നിയമപോരാട്ടങ്ങൾക്കിടയിൽ കണ്ണൂർ തെക്കി ബസാർ ഫ്ലൈ ഓവർ ടെൻഡർ നടപടിയിലേക്ക് 77% ഭൂമി ഏറ്റെടുത്ത സാഹചര്യത്തിൽ ടെൻഡർ നടപടിയിലേക്ക് കടക്കാൻ തടസ്സമില്ലെന്നാണ് നിയമോപദേശം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ ലക്ഷ്യത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ തെക്കി ബസാറിൽ ഫ്ലൈ ഓവർ അനുവദിച്ചത്. എന്നാൽ ഇതിന്റെ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിനിടെ നിരവധി പേർ പരാതിയുമായി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ പുരോഗതി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിലയിരുത്തി. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ, ഗവൺമെന്റ് പ്ലീഡർമാർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗമാണ് എറണാകുളത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ കാര്യം അവലോകനം ചെയ്തു. കേസുകൾ ഉടൻ തീർപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ തെക്കി ബസാർ ഫ്ലൈ ഓവറിനായി 77% ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിന് നിയമ തടസ്സങ്ങളുമില്ല. ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമായാൽ കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ കഴിയുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് പ്രോസിക്യൂട്ടർമാരും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും യോഗം എറണാകുളത്ത് വിളിച്ചേർന്ന ഗസ്റ്റ് യോഗത്തിൽ അതൊരു പൊതു ധാരണ എത്തിയിട്ടുണ്ട്. 70% ഭൂമി ലഭ്യമാക്കിയ പശ്ചാത്തലത്തിൽ പ്രവൃത്തി ആരംഭിക്കാനാണ്, ടെൻഡർ നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം പ്രാവർത്തികമാകുന്നതോടുകൂടി നമ്മുടെ നഗരത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും വിശ്വാസവും. മന്ത്രിയുടെ നിരന്തരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി അനുവദിച്ചത്. ഇതോടൊപ്പം തന്നെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളും വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ 3 റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി റോഡുകളുടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.